ആക്ച്വലി ഈ സമയത്ത് ഈ റോഡിലേക്ക് അങ്ങനെ സാധാ വണ്ടികൾക്ക് പെർമിഷൻ കൊടുക്കുന്നില്ല അങ്ങനെ പോകാൻ. നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രോസസ്സ്. ഉപ്പിടുക. നല്ല സ്നോഫോൾ ഉണ്ട്. മിക്കവാറും നമ്മളെ സൊളാങ് വാലിയിൽ തന്നെ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നിന്റെ അടൽ ടണൽ എന്ന മോഹം വീണ്ടും മോഹമായി തന്നെ അവശേഷിക്കാൻ തോന്നുന്നു. ഈ സൊളാങ് വാലി പ്രശ്നമല്ല, ആളിൻ്റെ സ്ഥലം എല്ലാവരും നമ്മൾ അടൽ ടണലിനൊരു 10 കിലോമീറ്റർ ബാക്കി വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ മലയുടെ മണ്ടയ്ക്ക് നല്ല സ്നോ കാണുന്നുണ്ട്. അതുപോലെ വണ്ടി ബ്ലോക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ സൊളാങ് വാലിയിൽ നിന്ന് മുന്നോട്ടേക്ക് വണ്ടി വിടുന്നില്ല എങ്കിൽ മണാലിയിലേക്കുള്ള യാത്ര അത് അത്ര ഭംഗിയല്ല. അതിന് മുകളിലേക്ക് അടൽ ടണൽ കഴിഞ്ഞിട്ട് ലെഫ്റ്റോ റൈറ്റോ ഒക്കെ പോകുമ്പോഴാണ് ശരിക്കും ഈ മഞ്ഞിൻ്റെയും മലകളുടെയും ഒക്കെ ആ ഒരു ഹിൽ ഡ്രൈവിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. പക്ഷെ അവിടേക്ക് പോകാൻ പറ്റുമോ? എന്താ വണ്ടി ബ്ലോക്കായി കിടക്കുന്നു. പക്ഷേങ്കിൽ ഈ സൊളാങ് വാലിയുടെ അവിടെ ഒരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട്, ITBPയുടെ. അവിടെ ഉണ്ടായ എന്തെങ്കിലും ഡിലേ ആണോ എന്നൊന്നും അറിയില്ല. മുകളിലേക്ക് ചെന്ന് അറിയാൻ പറ്റും. എന്തായാലും ഒരു മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ക്ലൈമറ്റ് കുറച്ച് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ള ഹെഡ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണുന്നില്ല, അവർക്ക് കാണുന്നില്ല. അങ്ങനെ വൃത്തിയുള്ളതുകൊണ്ട് ഫുള്ള് കോട ഇറങ്ങി നിറച്ചിറങ്ങി നമ്മുടെ വ്യൂ മൊത്തം. ഇപ്പം താഴത്ത് ഒന്നും നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. കയറാൻ പറ്റില്ല. കാണുന്നവര് പറഞ്ഞു രാജസ്ഥാനിലെ മരുഭൂമിയും ഗോവയിലെ ബീച്ചും കൂടെ കണ്ടു കഴിഞ്ഞാൽ എവിടെ പോയി? ബാംഗ്ലൂർ എന്തിരിക്കുന്നു? ഇല്ല, ഗോവയിലെ ബീച്ച്. അടൽ ടണൽ. അടൽ ടണലിലേക്ക് എത്തുകയാണ്. അടൽ ടണലിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. അവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ അടുത്ത് വന്നിട്ട് എക്സ്ട്രാ ഫ്യൂവൽ എല്ലാം ക്യാരി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ടണലിലേക്ക് കിടക്കുന്നതിന് മുമ്പുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നു. സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, ടണലില് ജയിലിൽ കിടക്കേണ്ടി വരും. ഇവിടെ ഓരോ പോയിന്റിലും കിലോമീറ്റർ ഇവിടെ നമ്മൾ പോകേണ്ട 40 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോകുന്നത്. ഇതിനകത്ത് ഓരോ ഡിസ്പ്ലേയിലും കിലോമീറ്റർ എത്ര കിലോമീറ്റർ സ്പീഡിൽ ആ സ്ഥലത്ത് ഈ റോഡ് വിനോദസഞ്ചാരികളെക്കാൾ ഉപരി ആർമിയുടെ മൂവിന് വേണ്ടിയാണ് ഇത് പ്രധാനമായും ടണൽ നിർമ്മിച്ചത്. 9 കിലോമീറ്റേഴ്സ്. അവിടെ സ്പീഡ് ലിമിറ്റ് ഇവിടെ 60 സ്പീഡ്, നമ്മൾ 60 പോകുക. ആക്ച്വലി ഈ സമയത്ത് ഈ റോഡിലേക്ക് അങ്ങനെ സാധാ വണ്ടികൾക്ക് പെർമിഷൻ കൊടുക്കുന്നില്ല അങ്ങനെ പോകാൻ. കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾ വന്നപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നു. താഴെ ITBP ചെക്ക് പോസ്റ്റിൽ പൈസ അടച്ചാൽ ഇങ്ങോട്ട് വരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത്തവണ സൊളാങ് വാലി മുതൽ ഇങ്ങോട്ട് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഹിമാചലിലെ വണ്ടിയല്ല, ടാക്സി വണ്ടിയല്ല, ഇത് കേരളത്തിൽ വന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് നിയന്ത്രിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഈ റോഡ് അത്ര പരിചയമില്ലാത്ത ആളുകൾക്ക് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. മഞ്ഞിൽ ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള റോഡാണ് പലയിടത്തും. അതുകൊണ്ട് എന്തായാലും നമുക്കൊരു ഭാഗ്യമുണ്ട്. അടൽ ടണൽ കഴിഞ്ഞ് ലേ റൂട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. എവിടെ വരെ പോകാൻ പറ്റുമെന്നറിയില്ല. കുറഞ്ഞ പക്ഷം കെയ്ലോൺ വരെയെങ്കിലും പോകണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ പലയിടത്തും
മഞ്ഞിടിഞ്ഞ് റോഡിലേക്ക് വീഴുന്നുണ്ട്. സ്നോഫോൾ കിട്ടി തുടങ്ങി. നമ്മളിപ്പോൾ സിസുവിൻ്റെ ഒരു 60 കിലോമീറ്റർ ബാക്കിലാണുള്ളത്. ഇവിടെ പോലും സ്നോ നന്നായിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉച്ച സമയമാണ്. സാധാരണ ഒരു 5 മണിക്ക് ശേഷമാണ് ഈ പ്രദേശത്തൊക്കെ മഞ്ഞ് വീണ് തുടങ്ങുക. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് പോലും മഞ്ഞിങ്ങനെ വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റും, നമ്മുടെ വണ്ടി എവിടെ വരെ ഓടിക്കാൻ കഴിയുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ പോയി നോക്കാം. വാ. സത്യമല്ലേ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ മടുക്കുമല്ലോ തണുപ്പും മഞ്ഞും. ശരി, കാശ്മീർ ഓടിക്കും. അവിടെ കുറച്ച് ഗ്രീനറി കൂടെ അല്ല, ഈ സമയത്ത് ആണോ? വീഴുന്ന വഴിക്ക് തന്നെ ഐസായി കിടപ്പുണ്ട്. എന്നെ മണ്ട വിട്ട് എഫക്റ്റീവ് ആയിട്ട് കണ്ടിന്യൂസ് വീണോട്ടിരിക്കട്ടെ. എഫക്റ്റ് കമോൺ. ഇതൊക്കെ എക്സ്ട്രാ കാശ് ഇറക്കട്ടോ. ഓക്കെ, ശരിയാണോ? അടുത്തൊരു പാറ ഹെവി സ്നോഫോളാണ്. വണ്ടിയൊന്നും ഇനി ഇങ്ങോട്ട് കടത്തി വിടില്ല. കുറേ ആളുകളൊക്കെ വന്നിട്ട് കെഞ്ചുന്നുണ്ട് അങ്ങോട്ട് കയറിപ്പോയാൽ. പക്ഷേ റോഡുകളെല്ലാം നല്ല സ്ലോ ആയിട്ടുണ്ട്. മഴ പെയ്യുന്ന പോലാണ് പെയ്യുന്നത് മഞ്ഞ്. ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മഞ്ഞ് ഫുള്ള് കുഴപ്പമില്ല. ചങ്ങലിടേണ്ട വരുവാളിയാ. ബ്രേക്ക് ചെയ്യണ്ട. ഫസ്റ്റില് വിഷയം കേട്ടോ. ഒതുക്കിക്കുമായിരിക്കും നല്ലത്. നമ്മൾ അവിടെ നിന്ന് വെച്ചേ തിരിച്ച് നന്നായി. നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ ടയറിലങ്ങ് കാറ്റിൽ അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹെവി സ്നോഫോളാണ്. अगर आप ड्राइव नहीं कर सकते हो तो गाड़ी साइड में लगा दो, चाहे बाद में आकर ले लो, तो कंधे को ले लो, खुल जाता है, वैसा कुछ नहीं है। अगर नहीं ड्राइव कर रही है, अगर हाँ आप कर सकते कर रहे लोग ले जा रहे हैं, अपनी नॉर्मल गाड़ियाँ भी ले जा रहे हैं। ओके, डिपेंड है कि आपके ड्राइव पे जाएगी पीछे भी आपकी फसली दीवार। अगर आपकी नहीं जाती है तो गाड़ी बिल्कुल साइड लगा दो और आप निकल जाओ। ओके, और चीज़ नहीं। തെറ്റിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഫോളെന്ന് പറഞ്ഞാൽ ഹെവി ഫോള്. എക്സ്പീരിയൻസ് സൂപ്പർ. വല്ലാത്തൊരു ഫീലാണ്. അതൊക്കെ ഫീൽ ഓക്കെ. സ്റ്റക്ക് ആയിട്ടുണ്ട് ഇവിടെ. എല്ലാ കുറെ വണ്ടികൾ ഇങ്ങനെ സ്റ്റക്ക് ആയിരിക്കാണ്. ഇവിടെ കണ്ടതാ ഇതിന് ചെയ്തൊരു പരിപാടി. റോഡ് ഇങ്ങനെ ഉപ്പ് വിതറിയിട്ട് JCBയിൽ
ഈ ബ്രോ എന്ന് പറഞ്ഞ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ ആളുകൾ ഉപ്പ് ഇങ്ങനെ വിതറിയിട്ട് മഞ്ഞുരുക്കി അത് വഴി ക്ലിയർ ആക്കുകയാണ്. അതാണ് നടക്കുന്നത്. ഫോർ വീലൊക്കെ കയറി പോകുന്ന കാണുമ്പോൾ. സിയാസ് ഫോർ വീലർ ഇറക്കാൻ പറ. ഉപ്പിങ്ങനെ വാരി എറിഞ്ഞിട്ട് അവർ വരുന്നുണ്ട്. അതിന്റെ പുറകെ പോകുന്ന കാര്യം കുറച്ച് സേഫ് എന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു പ്രോസസ്സ്. ഉപ്പിടുകയാണ്. ഉപ്പ് റോഡിലിട്ട് മഞ്ഞുരുക്കി കളയാണ്. ഫ്രെയിം വിറയ്ക്കുന്നതല്ല, ഞാൻ തണുത്ത് വിറയ്ക്കുന്നതാണ്. സഡൻ ബ്രേക്ക് അവരെന്താ പറയുക, സഡൻ ബ്രേക്ക് മാറരുത്, സഡൻ ബ്രേക്ക് ഇടരുത്. 2x സൂമിൽ എടുക്കുമോ? ശരിക്കും നമ്മൾ താഴേന്ന് കയറിയപ്പോൾ പോലീസുകാർ 4x4 വണ്ടി വേണമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലായി. ഇപ്പോഴാണ് മനസ്സിലായത്. അന്നേരം അവരെ വെട്ടി ചേറിയും മനസ്സിലായത്. അല്ല, അവിടെ സൂര്യപ്രകാശം ആ മലയിടുക്കിൽ. മോനെ എങ്ങോട്ട് പോവാ? മോനെ എന്നെ ഓവർടേക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇനിയും കുട്ടാ ഈ വിഷ്വൽസിനൊക്കെ പൈസ എങ്ങനെയാ തോന്നുന്നത്? ബ്രേക്ക് എടുക്കും.